ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പും അതുമായി ബന്ധപ്പെട്ട മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തതായിട്ട് മറ്റൊരു തരത്തിലുള്ള മൈക്രോസ്കോപ്പിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. മൈക്രോസ്കോപ്പ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നുള്ള ഒരു മൈക്രോസ്കോപ്പിനെ പറ്റിയാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത്. എന്താ അതിൻ്റെ പേര്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. നമുക്കതിൻ്റെ ആദ്യം അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, സ്ട്രക്ചർ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്നിട്ട് അതിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലേക്ക് വരാം. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് 2 കോൺവെക്സ് ലെൻസസ്. 2 കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 കോൺവെക്സ് ലെൻസ് ഉണ്ട്. ആർ കൊയാക്സിയലി സെപ്പറേറ്റഡ് സം ഡിസ്റ്റൻസ്. എന്ത് ചെയ്തിരിക്കുന്നു? ഇതൊരു ലെൻസ്, ഇതൊരു ലെൻസ്, 2 ലെൻസ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ലെൻസുകൾ. ഈ 2 ലെൻസുകൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ പരസ്പരം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. റൈറ്റ്. ഈ ലെൻസ് ഒബ്ജക്റ്റിൻ്റെ അടുത്തിരിക്കുന്ന ലെൻസ് ആയതുകൊണ്ട് ഇതിനെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്നും കോൺവെക്സ് ലെൻസ് തന്നെയാണ് ഇത്, അല്ലെ? നമ്മൾ ഇവിടെ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. നമ്മുടെ ഐ ആണ് കാണിച്ചിരിക്കുന്നത്, ഐ. സോ ദിസ് ലെൻസ് ഈസ് ഐ പീസ്, കണ്ണിനോട് ചേർന്നിട്ടുള്ള. സോ ദിസ് ലെൻസ് ഈസ് ഐ പീസ്. ഇങ്ങനെ 2 ലെൻസുകളാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. 2 ലെൻസസ്. ഈ ലെൻസിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഹാവിങ് സ്മോൾ ഫോക്കൽ ലെങ്ത്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് വളരെ ചെറുതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നാച്ചുറലി ഇറ്റ്സ് അപ്പർച്ചർ ഓൾസോ വെരി സ്മോൾ. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് വളരെ ചെറുതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഫോർ ഹാവിങ്, അല്ലേ? ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം ഇറ്റ്സ് വെരി സ്മോൾ, അത് വളരെ ചെറുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദെൻ ഐ പീസിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാർജർ ഫോക്കൽ ലെങ്ത് ആണ്. ദെൻ ഫോക്കസിൽ നിന്ന് തൊട്ടുമാറി വളരെ ചെറിയ ഒരു വസ്തു വെച്ചിരിക്കുന്നു, അല്ലേ? നമ്മളെപ്പോഴും കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇതൊക്കെ ഉപയോഗിക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? ചെറിയ വസ്തുക്കളെ വലുതായി കാണാൻ വേണ്ടിയിട്ടാണ്. ടു ഒബ്സർവ് മോർ ക്ലിയർലി, മോർ മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. സോ എ ബി ഈസ് ദ ഒബ്ജക്റ്റ്. ഇറ്റ്സ് എ സ്മോൾ ഒബ്ജക്റ്റ്, അല്ലേ? കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, സ്മോൾ ഒബ്ജക്റ്റ്. ആൻഡ് വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ ചെറിയ കാര്യമാണെങ്കിൽ കൂടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്? വെരി ക്ലോസ് ടു ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഓർ വെരി ക്ലോസ് ടു ദ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഈ മുഴുവൻ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ആ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലാണ് ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസും ഉള്ളത്. സോ അതിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ ഫോക്കസിൽ നിന്ന് തൊട്ടുമാറി ചെറിയ വസ്തു എ ബി ഈ ഒബ്ജക്റ്റ് വെച്ചു. അതിൽ നിന്നും, അല്ലെ, ഇമേജ് ഫോർമേഷൻ്റെ റേ ഡയഗ്രാം വരച്ചിരിക്കുന്നു. പാരലൽ ആയിട്ട് പോയി ഫോക്കസിൽ കൂടി കടന്നുപോയി. ദിസ് ഈസ് ഫോക്കസ്, FO, ഫോക്കസ്, അല്ലേ? ഒരു ലെൻസിനെ സംബന്ധിച്ചിടത്തോളം 2 ഫോക്കസ് ഉണ്ട്. ദിസ് ഈസ് ഫസ്റ്റ് വൺ, ദിസ് ഈസ് സെക്കൻഡ് വൺ. സോ ഫോക്കസിലൂടെ കടന്നുപോയി. ദെൻ അതിൻ്റെ സെൻറ്ററിലൂടെ, ഒപ്റ്റിക് സെൻറ്ററിലൂടെ പോയി വിതൗട്ട് ഡീവിയേഷൻ പാസ് ചെയ്തു. ഇത് പാരലായിട്ട് വന്നു, ഫോക്കസിൽ കൂടി കടന്നുപോയി. ഇത് ഒപ്റ്റിക് സെൻറ്ററിലൂടെ അൺഡീവിയേറ്റഡ് ആയിട്ട് പോയി. ദെൻ റിയൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ് ഇമേജ് ഈസ് ഫോംഡ് A', B'. എങ്ങനെയുള്ള ഇമേജ് ഫോം ചെയ്തു? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, മാഗ്നിഫൈഡ് ആണ്, അല്ലേ? ഇത് ചെറുതായിരുന്നു, ഇതിനെ വെച്ച് നോക്കുമ്പോൾ മാഗ്നിഫൈഡ്, ഹൈലി എൻലാർജ് ആയി ഇമേജ് ഫോം ചെയ്തു. ഏതിൽ നിന്നും? ഈ ഒബ്ജക്റ്റീവ് ലെൻസ്. എന്തുകൊണ്ട് ഇതിന് ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നു? വി ഓൾറെഡി സെഡ് ദാറ്റ് ഇറ്റ്സ് വെരി ക്ലോസ് ടു ഒബ്ജക്റ്റ്. ദെൻ ഇമേജ് ഫോം ചെയ്തു. ഇനി എന്ത് ചെയ്തു? ഈ ഇമേജ്, ഏത് ഇമേജ്? ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഇമേജ് ആക്ട് ആസ് എ ഒബ്ജക്റ്റ് ഫോർ ഐ പീസ്. ഈ രണ്ടാമത്തെ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതാരാണ്? ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഇമേജ്. അത് ഇതിൻ്റെ ആരാണ്? ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദിസ് ഇമേജ് A', B', ഇൻവേർട്ടഡ്, റിയൽ, മാഗ്നിഫൈഡ്. A', B' ആക്ട് ആസ് എ ഒബ്ജക്റ്റ് ഫോർ ഐ പീസ് ലെൻസ്. സോ അതിൻ്റെ ഇമേജ് പാരലായിട്ട് പോയി ഫോക്കസിൽ കൂടി പോകുന്നു. ഫോക്കസ് അവിടെ ഉണ്ട്. അടുത്തത് ഒപ്റ്റിക് സെൻറ്ററിലൂടെ പോയി. ആസ് ബി ഒബ്സർവിങ്, അല്ലേ? നമുക്കിത് കൺവേർജ് ചെയ്ത്, നോട്ട് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. നോട്ട് കൺവേർജിങ്, ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. സോ ഡൈവേർജിങ്. സോ നമ്മൾ ബാക്കിലേക്ക് എടുത്തു,
ശരിക്കും ഇമേജ് ഇവിടെ ഫോം ചെയ്തു. ഐ പീസിൻ്റെ ഇമേജാണ് എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ് കാണിച്ചു. ഐ പീസിൻ്റെ ഇമേജാണിത്. ക്ലിയർ? ദെൻ ഫോർ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ദിസ് ഈസ് ദ ഒബ്ജക്റ്റ് ആൻഡ് ദിസ് വൺ ഈസ് ദ ഫൈനൽ ഇമേജ്. അതിൻ്റെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ വെർച്വലാണ്. ഇതാണ് ഒബ്ജക്റ്റ്, അതുകൊണ്ട് ഇറക്റ്റ് ആണ് അല്ലേ? ഐ പീസിൻ്റെ ഒബ്ജക്റ്റ് ഇതാണ്. സോ ഇത് ഇൻവേർട്ടറാണ്, ഇതും ഇൻവേർട്ടഡ് ഇതിനെ അപേക്ഷിച്ച് വിത്ത് റെസ്പെക്ട് ടു ഒബ്ജക്റ്റ്. വിത്ത് റെസ്പെക്ട് ടു ഒബ്ജക്റ്റ് ദിസ് ആൻഡ് ദിസ് ആർ ഇൻവേർട്ടഡ്. പക്ഷേ ഐ പീസിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് ദ ഒബ്ജക്റ്റ്, ദിസ് ഈസ് ദ ഇമേജ്. സോ ഇറക്റ്റ്. മാഗ്നിഫൈഡ്, നോട്ട് മാഗ്നിഫൈഡ് അങ്ങനെ പറഞ്ഞാൽ പോരാ, ഹൈലി മാഗ്നിഫൈഡ് എന്ന് പറയണം. വളരെയധികം മാഗ്നിഫൈഡ് ആണ്, ഹൈലി മാഗ്നിഫൈഡ്. ക്ലിയർ? സോ ഇതാണ് നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഏകദേശമായിട്ടുള്ളൊരു സ്ട്രക്ചർ. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്കൊന്ന് ഒരു ബേസിക് സ്ട്രക്ചറേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞു 2 ലെൻസ് ഉണ്ട് പറഞ്ഞു, 2ൻ്റെയും ഇമേജ് പറഞ്ഞു. ദിസ് ഈസ് ദ ഫൈനൽ ഇമേജ്. സോ നോക്ക്, ഈ ചെറിയ വസ്തുവിൻ്റെ ഫൈനൽ ഇമേജ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റി? ഹൈലി എൻലാർജ്ഡ് ആയിട്ട്, വളരെ വലുതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഉപയോഗം. സി ഐ പീസ് ലെൻസിനെ പറ്റി പറയുമ്പോൾ ഇറ്റ് ആക്ട് ആസ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ് അല്ലേ? ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്ട് ചെയ്യും. അത് തന്നെ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒരൊറ്റ ലെൻസേ ഉള്ളൂ. ആ സെയിം പോലെ ആക്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് ആര്? ഐ പീസ്. ആ കാര്യം വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ പീസ് ആക്ട് ആസ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഐ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ് ഐ പീസിനുള്ളത്. അതും നമ്മൾ ആലോചിക്കും. സോ ഇനി നമ്മളിതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ സൈഡിലേക്ക് പോവാണ്. ശ്രദ്ധിക്കണം. ഒബ്ജക്റ്റീവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം U0 അല്ലേ, ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം. V0 ലെൻസിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം. ദിസ് ഈസ് ദ ഇമേജ് V0. ഇതിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ആക്ടേഴ്സ് അല്ലേ, U0 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്തു. സോ ദിസ് ഈസ് VE. UE എന്ന് പറഞ്ഞാൽ ഐ പീസിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. VE എന്ന് പറഞ്ഞാൽ ഐ പീസിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ്. റൈറ്റ്, നമ്മൾ ആ കാര്യങ്ങളും കണ്ടുപിടിച്ചു. ഫോക്കസ് കാണിച്ചിട്ടുണ്ട്. FOയും FE ഒരെണ്ണം അപ്പുറയാണ്, നമുക്ക് ബോർഡിൽ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, കാണിച്ചു. ദെൻ ഫോർ ദ വോൾ കോമ്പിനേഷൻ, ഈ മുഴുവൻ കോമ്പിനേഷനെയും സംബന്ധിച്ചിടത്തോളം ഫോർ ദ വോൾ കോമ്പിനേഷൻ മാഗ്നിഫിക്കേഷൻ M ഈക്വൽ ടു നമുക്കറിയാം ഇമേജിൻ്റെ ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ്. ഫോർ ദ വോൾ കോമ്പിനേഷൻ ഫോർ ദ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഫൈനൽ ഇമേജ് ഇറ്റ്സ് A ഡബിൾ ഡാഷ് B ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റ് ഇറ്റ്സ് AB. റൈറ്റ്, AB. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ മുകളിലും താഴെയും AB ഡാഷ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ താഴെ മൾട്ടിപ്ലൈ ചെയ്തു, മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു ബൈ AB. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ഒബ്സർവ് ചെയ്യൂ, വാട്ട് ഈസ് ദിസ്? A ഡബിൾ ഡാഷ് B ഡാഷ് ബൈ AB ഡാഷ് B ഡാഷ്. എവിടെയാണെന്ന് നോക്കൂ, A ഡബിൾ ഡാഷ് B ഡബിൾ ഡാഷ് ഐ പീസിൻ്റെ ഇമേജാണ്. A ഡാഷ് B ഡാഷ് ഐ പീസിൻ്റെ ഒബ്ജക്റ്റാണ്. സോ ഇമേജ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റ് ഹൈറ്റ്. ദിസ് ഈസ് M ഓഫ് ഐ പീസ്, മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ് ഇൻറ്റു what is this? A dash B dash is the image of objective അല്ലെ, height of image of objective ലെൻസിൻ്റെ ഇമേജിൻ്റെ ഹൈറ്റ്. what is AB? height of objective lens. so MO എന്ന് നമുക്ക് പറയാം. ഈ ലെൻസിൻ്റെ ഇമേജിൻ്റെ ഹൈറ്റ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. സോ MO. ഈ ലെൻസിൻ്റെ ഇമേജിൻ്റെ ഹൈറ്റ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ME. സോ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഐ പീസ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഒബ്ജക്റ്റീവ് ലെൻസ്. നമുക്ക് കിട്ടി M ഈക്വൽ ടു ME ഇൻറ്റു MO എന്ന് കിട്ടി. വെരി സിമ്പിൾ, ME ഇൻറ്റു MO. ഇനി നമുക്ക് 2 തരത്തിൽ നമുക്കിതിൻ്റെ അല്ല, ഈ ഫിഗർ വരച്ചിരിക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, DA ബേസ് ചെയ്ത് ഡിസ്റ്റിങ്ക്റ്റ് വിഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇതല്ലാതെ പാരലൽ റേസ്, അതായത് ഇൻഫിനിറ്റിയിൽ വരുന്ന രീതിയിലും നമുക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്.
നമുക്ക് അടുത്തത് അതിലേക്കാണ് പോകേണ്ടത്. ബിഫോർ ദാറ്റ് നമ്മൾ വൺസ് അഗെയിൻ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയാണ്. ഫോർ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, 2 convex lenses separated coaxially for some distance. ഫസ്റ്റ് ലെൻസിന് ഒബ്ജക്റ്റീവ് ലെൻസ്, സെക്കൻഡ് ലെൻസ് ഐ പീസ് ലെൻസ്. ഒബ്ജക്റ്റിനോട് ചേർന്നത് ഒബ്ജക്റ്റീവ്, കണ്ണ് ആസ് ദ ഒബ്സർവറോട് ക്ലോസ് ആയിട്ടുള്ളത്, ഒബ്സർവറിൻ്റെ ഐയോട് ക്ലോസ് ആയിട്ടുള്ളത് ഐ പീസ്. ഫോർ ഒബ്ജക്റ്റീവ് ലെൻസ് ഫോക്കസ് ഈസ് വെരി സ്മോൾ. Object is placed, small object is placed very near the focus of objective lens. Then real, inverted and magnified image formed, A dash B dash is formed, and this image of objective lens act as a object for eyepiece lens, and image of eyepiece is formed at this side, A double dash B double dash, as observing the final image and initial object of compound microscope. We can conclude that object is very small, very small, and it is placed very close to the compound microscope or objective lens. Final image, what is the character of final image? It's highly enlarged. Virtual, it's not real, virtual. It's as with respect to object. With respect to object, it is inverted. So എന്തൊക്കെ പറയാം? ഇൻവേർട്ടഡ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഒബ്ജക്റ്റ്, വെർച്വൽ ആണ്, ഹൈലി മാഗ്നിഫൈഡ്. അതാണ് ഏറ്റവും വലിയ കാര്യം. വളരെ ചെറിയ വസ്തുവിനെ വളരെ വലുതാക്കി കാണാൻ കഴിയുന്നു. Then magnification of compound microscope is the product of magnification produced by eyepiece into magnification produced by the objective. Okay, ഇതാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. സോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ M ഈക്വൽ ടു ME ഇൻറ്റു MO. E and O are the eyepiece and objective lens respectively. Then for case 1, നമ്മൾ 2 കേസസ് ആയിട്ടാണ് ഇതിനെപ്പറ്റി പഠിക്കുന്നത്. When final image is formed at the near point, അല്ലേ, for distinct vision, final image is formed at the near point. Final image ഫോം ചെയ്ത ഡിസ്റ്റൻസ് D ആണ്. സോ ഫോർ ഐപീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഐപീസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞേ, ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്ട് ചെയ്യുന്നു. സോ നമുക്ക് സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ് സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഇക്വേഷൻ? ME ഈക്വൽ ടു 1 plus D by FE. This is the expression for simple microscope, as we already explained in the previous lecture. So ME equal to 1 plus D by FE. That's it. Then D equal to അറിയാലോ അല്ലേ, distinct vision, near point ആണ് D. FE is the focus of eyepiece. FE equal to focal length of eyepiece. ഐപീസ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് FE. ദെൻ ഫോർ ഒബ്ജക്റ്റീവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം, ഫോർ ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം M ഒബ്ജക്റ്റീവ് ഈക്വൽ ടു നമുക്കറിയാം VO by UO. ദാറ്റ് മീൻസ് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. For convex lens, VO by UO. This is the magnification produced by objective lens. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ, നമുക്കിപ്പോൾ ഇവിടുന്ന് തന്നെ കിട്ടി, എന്ത് കിട്ടി? M of compound equal to ME into MO. From this ME 1 plus D by FE. This one VO by UO. എന്ന് കിട്ടി. ദിസ് ഈസ് M. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ M. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഇതിനെയല്ല, നമ്മൾക്കറിയാം, നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഇക്വേഷൻ 1 by F ഈക്വൽ ടു, ഫോർ ഒബ്ജക്റ്റീവ് 1 by FO ഈക്വൽ ടു 1 by VO മൈനസ് 1 by UO. എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈങ് ഓൾ ടേംസ് വിത്ത് VO.
VO കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈയിങ് ഓൾ ടേംസ് വിത്ത് VO. സോ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈയിങ് ഓൾ ടേംസ് വിത്ത് VO. So equation will be VO by FO equal to VO by VO minus VO by UO. So we get VO by FO equal to 1 minus VO by UO എന്ന് കിട്ടി. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ we can get VO by UO. ഈ ടേമിന് ഇങ്ങനെ എടുത്തു. സോ this term will be positive equal to 1 ഓൾറെഡി അവിടെ ഉണ്ട്. ഈ ടേം ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് VO by FO നമുക്ക് ഇങ്ങനെ കിട്ടി. സോ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷനിൽ M ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് M ഈക്വൽ ടു എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നത്? 1 പ്ലസ് ഡി ബൈ എഫ് ഇ VO by UO. VO by UOയ്ക്ക് പകരം എന്ത് കൊടുക്കാം നമുക്ക്? ഇതങ്ങനെ തന്നെ 1 പ്ലസ് ഡി ബൈ എഫ് ഇ. ഇതിന് പകരം we can substitute this equation 1 minus VO by FO. So we get exact expression for magnification of a compound microscope for distinct vision. Image is formed at near point. Near point le distinct vision le M equal to magnification of compound microscope equal to 1 plus D by FE into 1 minus VO by FE. This is the magnification produced by eyepiece. This is the magnification produced by objective. That's all. So നമ്മൾ ഇനി രണ്ടാമത്തെ കേസിലേക്കാണ് പോകുന്നത്. കേസ് 2, when final image is formed at infinity. Final image എവിടെയാണ്? ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നു. When final image is at infinity, then M equal to ME into MO. അതിൽ ചേഞ്ച് ഒന്നുമില്ല. ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഫോർ ഐപീസിനെ സംബന്ധിച്ചിടത്തോളം ഇഫ് ദ ഫൈനൽ ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഐപീസിനെ സംബന്ധിച്ച് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു വി ഓൾറെഡി സ്റ്റഡീഡ് ഇൻ പ്രീവിയസ് ലെക്ചർ ഡി ബൈ എഫ് ഇ. ഫോർ ഒബ്ജക്റ്റീവ് നോ ചേഞ്ച്. ഫോർ ഒബ്ജക്റ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഫോർ ഒബ്ജക്റ്റീവ് final image is at infinity, that do not affect objective lens. So MO equal to VO by UO. So M equal to ME D by FE into VO by UO. This is the expression for when final image is at infinity. M equal to D by FE VO by UO. ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലാവുമ്പോഴാണ് ഇങ്ങനത്തെ ഇക്വേഷൻ വരുന്നത്. ഇത് നമ്മൾ സെർട്ടൈൻ അപ്രോക്സിമേഷനിലേക്ക് പോവുകയാണ്. ഒന്ന്, ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് വെരി ക്ലോസ് ടു ദ ഫോക്കസ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഈ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസുമായിട്ട് വളരെ ക്ലോസ് ആണ്. ദാറ്റ് മീൻസ് ദിസ് ഡിസ്റ്റൻസ് U0 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു F0. അങ്ങനെയാണെങ്കിൽ അല്ലേ, സി U0 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു F0. അങ്ങനെയാണെങ്കിൽ U0 എന്നുള്ളത് ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു F0. ദാറ്റ് മീൻസ് ദിസ് ഒബ്ജക്റ്റ് ഈസ് വെരി ക്ലോസ് ടു ഫോക്കസ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. ദെൻ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് അതും ഇങ്ങനെ മൂവ് ചെയ്യും. എന്തിലേക്ക് മൂവ് ചെയ്യും? ഐപീസിനടുത്തേക്ക് മൂവ് ചെയ്യും. സോ നമുക്ക് പറയാം VO final, this distance from this to this equal to L, approximately equal to L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയാം.
ഈ ഐ പി ഒബ്ജക്റ്റീവും ഐ പീസും തമ്മിലുള്ള ലെങ്ത്, ദിസ് ലെങ്ത്, അതാണ് എൽ, അതിനോട് ഈക്വൽ ആണെന്ന് പറയേണ്ടി വരും. സോ എങ്ങനെ വെൻ ദ ഒബ്ജക്റ്റ് അല്ലെ, നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ പറയാണ്, വെൻ ദ ഒബ്ജക്റ്റ് ഈസ് വെരി ക്ലോസ് ടു ഫോക്കസ്, ഒബ്ജക്റ്റ് ഈസ് വെരി ക്ലോസ് ടു ഫോക്കസ് ആണെങ്കിൽ, വെരി ക്ലോസ് ടു ഫോക്കസ് ആണെങ്കിൽ ഇമേജ് എന്തുണ്ടാവും, വെരി ക്ലോസ് ടു ഐ പീസ്, വെരി ക്ലോസ് ടു ഒബ്ജക്റ്റീവ് ലെൻസ് ഓർ ഫോക്കസ് ഓഫ് ഒബ്ജക്റ്റീവ്, then this distance also increases. This distance means VO. VO is approximately equal to length of this compound microscope or length between objective lens and eyepiece. So നമുക്ക് ഇക്വേഷൻ റീറൈറ്റ് ചെയ്യണം. ഇക്വേഷനിൽ എങ്ങനെ വരിക, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ M equal to D by FE, there is no change, D by FE, VO UOക്ക് പകരം L by FO എന്ന് എഴുതാം. ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ റീറൈറ്റ് ചെയ്യുന്നു, D by FE into L by FO. L equal to length of compound microscope. Compound microscope in the length, that means from this to this length is L. This is the length of L. This is like L. എപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് അതും കൃത്യമായിട്ട് നമുക്കറിയണം. ഇത് വളരെ ക്ലോസ് ആയിട്ട് ഒബ്ജക്റ്റീവ് ലെൻസുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ പറയാം ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വരുന്നു, ദിസ് ഡിസ്റ്റൻസ്, ഓർ ഒബ്ജക്റ്റീവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വരുന്നു. സോ ഫൈനൽ ഇമേജ് ഈസ് വെരി ക്ലോസ് ടു, ഫൈനലി നോട്ട് ഫൈനൽ ഇമേജ്, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഇമേജ് വെരി ക്ലോസ് ടു ഐ പീസ്, ഐ പീസിനോട് വളരെ ക്ലോസ് ആയി. അതാണ് ഈ കണ്ടീഷൻ. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്, ലെങ്ത് ബിറ്റ്വീൻ ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. എം മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു ഡി ബൈ എഫ് ഇ ഇൻറ്റു എൽ ബൈ എഫ് ഒ. യു ഒ എന്നുള്ളത് എഫ് ഒ ആയി, യു ഒ എന്നുള്ളത് എഫ് ഒ ആയി മാറി, ഓർ വി ഒ എന്നുള്ളത് എല്ലിനോട് ഈക്വലായി മാറി. ദിസ് ഈസ് ഓൾ റൈറ്റ്.